ഉമ്മൻചാണ്ടി വിരുദ്ധത പണ്ടേ പ്രസിദ്ധമാണ്. പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഉമ്മൻചാണ്ടിയെയും കുടുംബത്തെയും വേട്ടയാടിയത് ഉറക്കം വരുന്നു. അദ്ദേഹത്തെ അപഹസിച്ചത് സ്ഥാനാർത്ഥിയെയും സ്ഥാനാർത്ഥിയുടെ കുടുംബത്തെയും കുറിച്ച് തെരുവുകളിൽ എല്ലാ കഥകൾ ഈ വിഷയം ചർച്ച ചെയ്യാം. വേറെ പൂർത്തിയാക്കട്ടെ. ഇല്ല 70 വയസ്സുള്ള ഒരു മനുഷ്യൻ ചെയ്യാത്ത കുറ്റത്തിനുള്ള പഴി മൊത്തം കേട്ട് ആ വേദനയിൽ മരിച്ചുപോയി പിന്നെയും കുറ്റമുക്തനല്ല താങ്കൾ പറഞ്ഞത് കേട്ടോണ്ടിരുന്ന ആളാണ് ഷെഫീർ. ഷെഫീർ പറയാൻ ആവശ്യം. ഷെഫീർ പറയട്ടെ. നിങ്ങളുടെ വേറെ കാര്യം തമ്പാനൂർ രവി ബെന്നിമാനെ വിളിച്ച വേറെ കാര്യമാണ്. ഒരു മിനിറ്റ് തമ്പാനൂർ രവി അതൊക്കെ അവർ നിൽക്കട്ടെ, അന്വേഷിക്കട്ടെ. അന്വേഷിക്കാൻ നിങ്ങളുടെ സർക്കാർ അന്വേഷിക്കുക. സർക്കാരിന്റെ പക്കൽ അന്വേഷണ ഏജൻസി ഇരിപ്പുണ്ടല്ലോ, അന്വേഷിക്കുക. നമ്മുടെ പ്രശ്നം അതല്ല. നമ്മുടെ പ്രശ്നം അതല്ല സേൽകുമാർ. അതെ, നമ്മുടെ ചർച്ചയും അതല്ല. നമ്മുടെ ചർച്ചയും അതല്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു നിരപരാധിയെ എല്ലാ കഥകളിൽ കുടുക്കി വേട്ടയാടി, അതാണ് ചർച്ച. ബിആർഎം പറയട്ടെ. റിപ്പോർട്ടിലെ കാര്യം ഞാൻ വായിച്ചത്. ഞാൻ റിപ്പോർട്ട് വായിച്ചു കേൾപ്പിക്കാം. ഞാൻ റിപ്പോർട്ട് വായിച്ചു കേൾപ്പിച്ചു. ഇദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് മൻ കി ബാത്ത് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചർച്ച ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇദ്ദേഹത്തിന്റെ അഴുക്കും പുഴുക്കും കേട്ടുകൊണ്ട് ഞാൻ 14 മിനിറ്റ് കേട്ടോണ്ടിരുന്ന ആളല്ലേ. ഇദ്ദേഹത്തിനൊക്കെ ഒരു അന്തസ് വേണ്ടേ? കിട്ടിയല്ലോ. ഇയാളൊക്കെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആളല്ലേ, ഒരു മര്യാദ കാണിക്കണ്ടേ? ഒരു പ്രതിനിധി സംസാരിക്കുമ്പോ അതെന്തിനാ ഞാൻ സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തിന് കയറാൻ അവകാശമുള്ളത്? അന്തസ്സുള്ള കാര്യമാണ് പറയാം. ഇതൊക്കെ പലയാവർത്തി അന്വേഷിച്ചു. ബെന്നിയും തമ്പാന്റെയും വിളിച്ച കാര്യമൊക്കെ പലയാവർത്തി അന്വേഷിച്ചു. ഒരു മണ്ണാങ്കട്ടെ ചുക്കുമില്ലെന്ന് അന്വേഷണത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാർ അന്വേഷണ ഏജൻസി കണ്ടെത്തിയിട്ടില്ല. CBI കണ്ടെത്തിയിട്ടില്ല. CBI കണ്ടെത്തിയിട്ടില്ല. CBI ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഈ പറഞ്ഞ സാമ്പത്തിക ആരോപണം ആയിക്കോട്ടെ, എന്ത് CBI കണ്ടെത്തിയെന്നാണ്? ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇത് നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഇതിങ്ങനെ ആരോപണത്തിന്റെ പുകമറയിൽ നിന്നു. അത് മാറി. ശ്യാൽകുമാർ, നിങ്ങൾ വീണ്ടും നിങ്ങൾ വീണ്ടും പുകമറുണ്ടാക്കുകയാണ്. അയ്യോ പോകല്ലേ പോകല്ലേ, നമുക്ക് ചർച്ച ചെയ്യാം. നിയന്ത്രിക്കാൻ പറ്റില്ലേ? താങ്കൾ പറയൂ. എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ ഈ വീട്ടിൽ ആരും ഇല്ലെന്ന് പറയൂ. പറയൂ. സമയത്ത് ഒരാളെ കയറാൻ സമ്മതിക്കത്തില്ല. എന്റെ സമയത്ത് ഒരാൾക്കുമാറിനെ സമ്മതിക്കില്ല. താങ്കൾ പറ. താങ്കൾ സമയം കളയണം. പറയാം. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ വാചകം അതുപോലെ തന്നെ തുടങ്ങാം. ആദ്യത്തെ വാചകം, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അശ്ലീലത്തിന്റെ രാസതുരകങ്ങൾ ഒത്തിരി കേട്ടതല്ലേ? എന്റെ ഭയ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. എന്തുകൊണ്ടാണ് പരാതിക്കാരിയുടെ മൊഴിക്ക് ഇത്ര വിശ്വാസത വന്നത്? ഹേ മിസ്റ്റർ, നിങ്ങൾക്കറിയോ അധികാരത്തിന്റെ ഇടനാടിയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെക്കാൾ വലിയ സൂപ്പർ മുഖ്യമന്ത്രിയായി ചമഞ്ഞിരുന്ന ശിവശങ്കരൻ, നിങ്ങൾക്കറിയാം സ്വപ്ന സുരേഷുമായിട്ട് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തുകൊണ്ട് നടത്തിയ കേളികൾ കേരളം കണ്ടു. നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് ഇതുവരെ പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല. അറിയോ അവിടെ നടത്തിയ സ്വർണ്ണ കൊള്ളകൾ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു നടത്തിയ അരാജകത്വങ്ങൾ, അഴിമതികൾ, മനസ്സിലായില്ലേ? പിന്നെ നാണക്കെടുത്തി കേരളം കണ്ടതാണ്. മുഖ്യമന്ത്രിയേക്കാൾ വലിയ മുഖ്യമന്ത്രി ചമഞ്ഞവൻ 1.5 കൊല്ലം കൊണ്ട് ജയിലിൽ കിടന്നത് കേരളത്തിലാണ്. മറന്നു പോകേണ്ടതില്ല അശ്ലീലം കേട്ടോ. കിട്ടിയാ ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. രണ്ടാമത്തെ കാര്യം, ഈ സ്ത്രീയുടെ ലൈംഗികമായി ബന്ധപ്പെട്ട പരാതികൾക്ക് ഇത്ര വിശ്വാസം എന്താണ്? എന്തേ മിസ്റ്റർ അനിൽകുമാർ, നിങ്ങൾക്കറിയാം സ്വപ്ന മൊഴി കൊടുത്തു. എന്താണ് അറിയോ? നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, ഹേ മൂന്നാറിലേക്ക് വരുമോ, നല്ല തണുപ്പാണെന്ന് പറഞ്ഞ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ കേരളത്തിലുണ്ട്.
ഇതുവരെയും പാർട്ടി നടപടിയെടുത്തിട്ട് പാർട്ടി പറഞ്ഞു വക്കീൽ നോട്ടീസ് അയക്കാൻ. എന്തേ തോമസ് ഐസക്കിന് വക്കീൽ നോട്ടീസ് പോകൂലേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ട് ഒരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എന്റെ മുകളിൽ വെക്ക്. പോകൂലേ? അല്ല ബി ആർ വിഷയത്തിലുണ്ടോ? സ്വപ്ന സുരേഷ് വേറൊന്ന് പറയട്ടെ. സ്വപ്ന സുരേഷ് വേറൊന്ന് പറഞ്ഞു, മിസ്റ്റർ കടകംപള്ളിയെ കുറിച്ച് എന്നിങ്ങനെ ആക്കിയതിനു ശേഷം റൂമിലേക്ക് വരുമോ എന്ന് ചോദിച്ചു. ഏത് വിഷയത്തിലേക്കോ? കടകംപള്ളി എന്ത് അല്ല ബി ആർ വിഷയത്തിലേക്കോ? പറഞ്ഞിട്ട് പോകും. അല്ല ബി ആർ വിഷയത്തിലെ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ? ബി ആർ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ? ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ? ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നല്ലേ? താങ്കൾ വിഷയത്തിലേക്ക് വാ, താങ്കൾ വിഷയത്തിലേക്ക് വാ. ബി ആർ ഉമ്മൻചാണ്ടി ഇപ്പോഴും കുറ്റമുക്തനായിട്ടില്ല എന്ന് അനിൽകുമാർ പറഞ്ഞ് നേരത്തെ മറുപടി കൊണ്ട് അതല്ലേ വേണ്ടത് കോൺഗ്രസ് പ്രതിനിധി? അവിടെ ഇരിക്കെ നിങ്ങൾക്കറിയോ ശ്രീരാമകൃഷ്ണനെതിരായിട്ട് ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു. എന്തുകൊണ്ട് ശ്രീരാമകൃഷ്ണൻ ഒരു വക്കീൽ നോട്ടീസ് അയച്ചില്ല? കൃത്യമായിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ പറയപ്പെടുന്ന വ്യക്തികൾക്കെതിരായി കൃത്യമായിട്ട് തന്നെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിയമസഭയ്ക്കകത്ത് അശ്ലീലം പറഞ്ഞ VS അച്യുതാനന്ദനെതിരായി വിധി വാങ്ങിയിട്ടുണ്ട്. VSനെതിരായി നഷ്ടപരിഹാരം കോടതി വിധിച്ചിട്ടുണ്ട്. അതാണ് ഉമ്മൻചാണ്ടി. നിങ്ങളോ നിങ്ങളുടെ മുൻനിര നേതാക്കന്മാർക്കെതിരായിട്ടുള്ള അശ്ലീലം കിടന്ന ആരോപണങ്ങൾ വന്നിട്ട് ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ ധൈര്യമില്ലാത്തവന്മാർ വന്നിട്ട് അശ്ലീലത്തിന്റെ കഥ പറഞ്ഞു വന്നിരിക്കുന്നു. നാളുണ്ടോ? ശ്രീ MV ഗോവിന്ദൻ വെല്ലുവിളിച്ച് പറഞ്ഞു വക്കീൽ നോട്ടീസ് അയക്കാൻ. ഒരു രാമകൃഷ്ണനെ ഞങ്ങൾ കണ്ടില്ല, ഒരു കടകംപള്ളിയെ കണ്ടില്ല, ഒരു ഐസക്കിനെ കണ്ടില്ല. അറിയോ സൂപ്പർ മുഖ്യമന്ത്രി 1.5 കൊല്ലം ജയിലിൽ കിടന്നു, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ദുരുപയോഗം ചെയ്തിട്ട്. എന്നിട്ട് വന്നിരുന്ന് ഞങ്ങളോട് പറയാ അന്തസ് കാണിക്കണം. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ, ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ.